نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهد الله فهو المهتدي ومن يضلله فلن تجد له وليا مرشدا واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قالوا يا موسى إنا لن ندخلها أبدا ما داموا فيها فاذهب أنت وربك فقاتلا إنا هاهنا قاعدون. വിശ്വാസികളെ സർവ്വലോകരക്ഷിതാവായ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ യഥാവിധി ജീവിതത്തിൽ പകർത്തുവാനും വിശ്വാസിയായി ജീവിച്ച് ഈമാനോടെ മരിക്കുവാനും പരിശ്രമിക്കണമേ എന്ന് ഞങ്ങളെയും ഓർമ്മിപ്പിക്കുകയാണ്. കരുണാവാരിയായ നാഥൻ അവനെ ഭയപ്പെട്ട് ജീവിക്കുന്ന മുത്തഖീങ്ങളായ ദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെ അവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാണ്. അപ്പൊ നമ്മള് കുടുംബ തുടങ്ങി. ഇനി എല്ലാവരും ഇങ്ങോട്ട് തിരികെ നേരെ ഇരിക്കും മക്കളൊക്കെ ഇങ്ങോട്ട് തിരിഞ്ഞു കേട്ടോ. ഇനി സംസാരമൊക്കെ ജുമ കഴിഞ്ഞ് നമസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങിയതിന് ശേഷം ഓക്കെ. ഇൻഷാ അല്ലാഹ് മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കഥ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഫറോയിൽ നിന്ന് ഞാനാണ് റബ്ബ് എന്ന് പ്രഖ്യാപിച്ച ലോകത്തെ ഏറ്റവും വലിയ കിങ്കരനായിരുന്ന ഫിറഔനിൽ നിന്ന് അത്ഭുതകരമായി അല്ലാഹു മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും വിശ്വാസികളെയും രക്ഷപ്പെടുത്തുകയുണ്ടായി. അതൊരു ചരിത്ര സംഭവമാണ്. ലോകത്ത് തുല്യതയില്ലാത്ത ഏറ്റവും വലിയൊരു അനുഗ്രഹം നേരിട്ട് കാണാൻ സാധിച്ച ഒരു അത്ഭുത സംഭവം. അങ്ങനെ മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രുക്കൾ ചെങ്കടലിൽ മുങ്ങി നശിച്ചു. മൂസാ നബിയും വിശ്വാസികളും രക്ഷപ്പെട്ടതിന് ശേഷമുള്ള ബനൂ ഇസ്രായേലിയരുടെ ചരിത്രം പുതിയ കാലഘട്ടത്തിൽ ജീവിക്കുന്ന വിശ്വാസികൾ, മലയാളക്കരയിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ അനുഭവിക്കുന്ന വിശ്വാസികൾ എന്നുള്ള നിലക്ക് നമ്മൾ ശ്രദ്ധിച്ച് വായിക്കേണ്ടുന്ന ഒരു ഏടാണ്. വലിയ അനുഗ്രഹങ്ങളാണ് ബനൂ ഇസ്രായേലിയർ അനുഭവിച്ചത്. ഈ അനുഗ്രഹങ്ങളൊക്കെ അനുഭവിച്ച് അള്ളാഹുവിന്റെ വലിയ സഹായം എന്ന നിലയ്ക്ക് രക്ഷപ്പെട്ട് നേരിട്ട് ഈ അനുഗ്രഹങ്ങൾ കണ്ട മൂസാ നബിയുടെ ജനത വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് ഭൗതിക പ്രമത്തതയ്ക്ക് കീഴ്പ്പെട്ട കാഴ്ചയാണ്, ഭൗതികമായ കാര്യങ്ങളിൽ ലയിച്ചു പോയ കാഴ്ചയാണ്. അവരുടെ ആത്മീയത, അള്ളാഹുവിലുള്ള വിശ്വാസം പോലും ചോർന്നു പോയ കാഴ്ചയാണ്. ആദ്യത്തെ ചരിത്രം അവസാനിക്കുന്നതിന്റെ മുൻപ്, നമ്മള് മഷി ഉണങ്ങുന്നതിന് മുൻപ് എന്നൊക്കെ പറയുന്നത് അത്രയും പെട്ടെന്ന് സംഭവിച്ചു പോയത്. അവരെ തൗഹീദിലേക്ക് കൊണ്ടുവന്ന
മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ നേരിട്ട് ചോദിച്ച ഏറ്റവും മോശപ്പെട്ട ഒരു പക്ഷെ ഏറ്റവും മോശപ്പെട്ട ഒരു ചോദ്യം. അവര് രക്ഷപ്പെട്ട് യാത്ര ചെയ്യുമ്പോ വഴിയിൽ ഒരാൾക്കൂട്ടത്തെ കാണുന്നു. അവർ ഉണ്ടാക്കി വെച്ച ഏതോ വിഗ്രഹത്തോട് പ്രാർത്ഥിക്കുന്നു, അതിനെ ആരാധിക്കുന്നു. ഈ ആരാധനയിൽ നിന്ന് രക്ഷപ്പെടുത്തി അത് ശിർക്കാണ് എന്നും ഇനി നമുക്ക് തൗഹീദാണ് എന്നും എല്ലാ അർത്ഥത്തിലും നേരിട്ട് പ്രവാചകനിൽ നിന്ന് മനസ്സിലാക്കിയ അനുയായികൾ ഈ രംഗം കാണുമ്പോ മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്ന വാക്യം വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അറാഫിലെ 138 ആയത്തിലൂടെ ഉദ്ധരിക്കുന്നുണ്ട്. വജാവസ്നാ ബിബനി ഇസ്രായീൽ അൽ ബഹർ. ബനു ഇസ്രായേലിയർ അവരെ അല്ലാഹു ചെങ്കടൽ കടത്തി രക്ഷപ്പെടുത്തിയതിനു ശേഷം ഫഅതൗ അലാ ഖൗമിൻ യഅഖുഫൂന അലാ അസ്നാമിൻ ലഹും. ഒരു വിഭാഗം ആളുകൾ അതാ വിഗ്രഹത്തിന് മുൻപിൽ ഭജനം ഇരിക്കുന്നതായിട്ട്, അതിനോട് പ്രാർത്ഥിക്കുന്നതായിട്ട് മൂസാ നബിയുടെ ആളുകൾ കാണുകയാണ്. ഈ വിശ്വാസികൾ, മുസ്ലിങ്ങളായ ആളുകൾ കാണുകയാണ്. കാലു, അവര് മൂസാ നബിയോട് പറഞ്ഞത്, യാ മൂസ ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ. മൂസ, അവർക്കൊക്കെ കണ്ണിൽ കാണുന്ന ദൈവം കണ്ടോ, അവിടെ ഇങ്ങനെ നാട്ടി വെച്ചിരിക്കുന്നു, നിവർത്തി വെച്ചിരിക്കുന്നു, അല്ലെങ്കിൽ കിടത്തി വെച്ചിരിക്കുന്നു. അതിനെ നോക്കി അവർക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ കണ്ണിൽ കാണുന്ന ഒരു ദൈവത്തെ ഞങ്ങൾക്കും കൊണ്ട, ഒരു ഇലാഹിനെ ഞങ്ങൾക്കും കൊണ്ട. കാല ഇന്നക്കും ഖൗമുൻ തജ്ഹലൂൻ. നിങ്ങൾ വല്ലാത്ത വിഡ്ഢികളാണല്ലോ. ഏറ്റവും വലിയ അബദ്ധത്തിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തിയാണല്ലോ ഞാൻ കൊണ്ടുവരുന്നത്. എന്നിട്ട് നിങ്ങൾ വീണ്ടും ചോദിക്കുന്നത് അതേ വിഡ്ഢിത്തത്തെ കുറിച്ചാണല്ലോ എന്ന് മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് മറുപടി പറയുന്ന രംഗം. എന്തിൽ നിന്നാണ് അവരെ രക്ഷപ്പെടുത്തിയത്? അതേ ശിർക്കിലേക്ക് അവർ കൂപ്പുകുത്തുന്ന കാഴ്ച. ഫറോവയിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തി സുഖമായി ജീവിക്കാൻ പറ്റുന്ന ഒരു നാട്ടിലേക്ക് അവരെ എത്തിച്ചു, ശത്രുക്കളെ നശിപ്പിച്ചു. ഈ അനുഗ്രഹങ്ങളെല്ലാം ഓർത്തുകൊണ്ട് അള്ളാഹുവിന് നന്ദി കാണിക്കുന്നതിന് പകരം, അങ്ങനെ നന്ദി കാണിച്ചാൽ അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്, നന്ദി കാണിക്കുന്നവർക്ക് അള്ളാഹു കൂടുതൽ നൽകും. ലൈൻ ശകർതും ലഅസീദന്നകും. പക്ഷേ അവർ നന്ദി കാണിച്ചാൽ അള്ളാഹു നിങ്ങൾക്ക് നൽകും, കൂടുതൽ നൽകും എന്നതിന് പകരം അവർ നന്ദികേട് കാണിക്കുന്ന കാഴ്ചയാണ് പിന്നീട് കാണുന്നത്. മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമന് ഈ ഒരു സന്ദർഭത്തിൽ അവരോടൊരൽപ്പം ഗൗരവത്തോടെ പെരുമാറേണ്ടി വന്നു, ഒരൽപ്പം പരുഷമായി ഒരു പക്ഷെ സംസാരിക്കേണ്ടി വന്നു. അത്രയും മോശമായിട്ടായിരുന്നു അവർ പെരുമാറിയിരുന്നത്. അതിനുശേഷം മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുകയും പിന്നീട് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് നിശ്ചയിച്ച മീഖാത്തിലേക്ക് 40 ദിവസത്തെ പലായനത്തിന് 40 ദിവസത്തെ ഇരുത്തത്തിന് വേണ്ടി മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോകുന്ന രംഗം. ആ സമയത്ത് മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തരവാദിത്തം ഏൽപ്പിച്ചിരുന്നത് സഹോദരനായ ഹാറൂൻ നബി ആയിരുന്നു. ഹാറൂൻ നബിയാണ് അവരുടെ കാര്യങ്ങൾ നോക്കുന്നത്. അങ്ങനെ മൂസാ നബി ഇല്ല, മൂസാ നബി പോയിരിക്കുന്നു. 40 ദിവസം അവരുടെ കൂടെ മൂസാ നബി ഇല്ല. ആ സമയത്ത് അവരുടെ വിശ്വാസം വീണ്ടും ഇല്ലാതായി പോവുകയും ദ്രവിച്ചു പോവുകയും അവരുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്ന സാമിരി എന്ന ഒരുത്തൻ, അവൻ ഇവരുടെ കയ്യിലൊക്കെ ഉള്ള സ്വർണ്ണൊക്കെ കൂടി ഒരുമിച്ച് കൂട്ടിയിട്ട് ഒരു പശുക്കുട്ടിയുടെ രൂപമുണ്ടാക്കി. പശുക്കുട്ടിയുടെ രൂപമുണ്ടാക്കിയിട്ട് അതൊരു പ്രത്യേക ദിശയിലേക്ക്, കാറ്റ് വരുന്ന ദിശയിലേക്ക് അത് തിരിച്ചു വെച്ചാൽ അതിലേക്ക് ഏറെ കയറുമ്പോ അതിൽ നിന്ന് എന്തോ ചില ശബ്ദങ്ങളൊക്കെ പുറത്തു വരും. അവര് പറഞ്ഞു, മൂസ ഇലാഹിനെ തേടി പോയതാണ്, പക്ഷെ നമ്മുടെ ഇലാഹ് മൂസ പോയപ്പോഴേക്കും ഇവിടെ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഈ പശുക്കുട്ടിയോട് പ്രാർത്ഥിക്കുന്ന ഏറ്റവും വലിയ ശിർക്കിലേക്ക് അവർ വീണുപോയി. ഒരു പ്രത്യേക തരത്തിൽ ശബ്ദം പുറത്തേക്ക് വരുന്ന ഒരു പശുക്കുട്ടിയെ അവർ ഉണ്ടാക്കി അതിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അലം യറൗ അന്നഹു ലാ യുകല്ലിമുഹും വലാ യഹ്ദീഹിം സബീല. നിങ്ങൾ അവരോട് ചോദിക്കാണ്, അത് നിങ്ങളോട് സംസാരിക്കുകയില്ല, നിങ്ങൾക്ക് വഴി കാണിക്കുകയില്ല, യാതൊരു വഴി അത് കാണിക്കൂല, യാതൊന്നും അതിന് ചെയ്യാൻ സാധിക്കുകയില്ല. സ്വർണം കൊണ്ട് അവർ തന്നെ ഉണ്ടാക്കിയ ഒരു പശുക്കുട്ടിയുടെ രൂപം,
അതിൽ നിന്നൊരു ശബ്ദം പുറത്തേക്ക് വരുമെന്നെന്താ, അത് ആ എയറിലേക്ക് തിരിച്ചു വരുമ്പോ, കാറ്റത്തേക്ക് തിരിച്ചു വരുമ്പോ അതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഒരു ചൂളം വിളി മാത്രം. അത് നിങ്ങൾക്ക് വഴി കാണിക്കുകയില്ല, നിങ്ങളോട് സംസാരിക്കുകയില്ല, ഒന്നും നിങ്ങൾക്ക് അതിന് ചെയ്തു തരാൻ സാധിക്കുകയില്ല. ഇത്തഖദൂഹു വകാനു വാലിമീൻ. പക്ഷെ അവരത് സ്വീകരിക്കുകയും അവർ അങ്ങനെ അക്രമികളായി മാറുകയും ചെയ്തു. ഇതാണ് മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അസാന്നിധ്യത്തിൽ മൂസാ നബി വെറും 40 ദിവസത്തേക്ക് വിട്ടുനിന്നപ്പോ മൂസാ നബിയിൽ നിന്ന് നേരിട്ട് അനുഗ്രഹങ്ങൾ അനുഭവിച്ച ബനൂ ഇസ്രായേലിയർക്ക് സംഭവിച്ച ദുരന്തം. അങ്ങനെ മൂസാ നബി പിന്നീട് തിരിച്ചു വരികയാണ്. 40 ദിവസം കഴിഞ്ഞ് തന്റെ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമുള്ള ഭജനമിരിക്കൽ പൂർത്തിയാക്കി മൂസാ നബി തിരിച്ചു വരുമ്പോ അദ്ദേഹത്തിന് രംഗം കണ്ടപ്പോ സഹിക്കാൻ പറ്റില്ല. ഏത് പ്രവാചകന് പറ്റും? അദ്ദേഹം കുപിതനായി, അദ്ദേഹം ഒരൽപ്പം ദേഷ്യപ്പെടേണ്ടി വന്നു, അദ്ദേഹം വല്ലാതെ സങ്കടപ്പെട്ടു, വല്ലാത്ത ഒരു മാനസികാവസ്ഥയിലേക്ക് അദ്ദേഹം വീണു. ഹാറൂൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹാറൂൻ നബി തന്റെ സഹോദരനായ ഹാറൂൻ നബിയോട് വളരെ രൂക്ഷമായി സംസാരിക്കേണ്ടി വന്നു. അദ്ദേഹത്തെ ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട്, എന്താണ് ഇത്തരം ഒരു തെറ്റ് കണ്ടിട്ട് നീ എതിർക്കാതിരുന്നത് എന്ന് ഹാറൂൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അദ്ദേഹം ചോദിക്കേണ്ടി വന്നു. അതാണല്ലോ ഇസ്ലാമിന്റെ ഒരു തെറ്റ് കണ്ടാൽ, നിങ്ങളൊരു തിന്മ കണ്ടാൽ അത് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ കൈകൾ കൊണ്ട് തടയുക, അതിന് സാധിക്കയില്ല എങ്കിൽ നാവ് കൊണ്ട് തടയുക, ഏറ്റവും ചുരുങ്ങിയത് ഹൃദയം കൊണ്ട് അതിനെ വെറുക്കെങ്കിലും ചെയ്യുക എന്ന ഇസ്ലാമിന്റെ കൽപ്പനയുണ്ടല്ലോ. മൂസാ നബി നേരിട്ട് ഹാറൂനോട് തന്റെ അധികാര പരിധിയിൽ നിന്നുകൊണ്ട് ചോദിക്കാണ്, എന്തുകൊണ്ട് ഇത് ചെയ്തില്ല, എന്തിന് ഇത് അനുവദിച്ചു കൊടുത്തു? ഹാറൂൻ നബി പറയുന്ന മറുപടി, അവരോട് ഞാൻ എന്റെ പരമാവധി പറഞ്ഞിട്ടുണ്ട്, എനിക്ക് പരമാവധി പറ്റുന്നത്ര ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇനിയും നിങ്ങൾ അതിന്റെ പേരിൽ എന്നെ ഉപദ്രവിച്ചാൽ അവരിപ്പോ എന്റെ ശത്രുക്കളാണ്, അവർക്ക് സന്തോഷമാകും, അത്രയും ഞാൻ അവരുമായി ഇതിന്റെ പേരിൽ ശത്രുതയിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് ഹാറൂൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അങ്ങനെ മൂസാ നബി അവസാനം സാമിരിയുമായുള്ള എല്ലാ ബന്ധവും ഒഴിവാക്കുകയും സാമിരിയെ അതിൽ നിന്നും ആ കൂട്ടത്തിൽ നിന്ന് ഒഴിവാക്കുകയും സാമിരിയുമായി ഒരു ബന്ധവും പുലർത്തി. അവനാണ് ഈ വിഗ്രഹാരാധനക്ക് ആ കൂട്ടത്തിൽ പിന്നീട് തുടക്കം കുറിച്ചത്. അതുകൊണ്ട് അവനുമായിട്ട് ഒരു ബന്ധവും പാടില്ല എന്ന് പറഞ്ഞ് അവൻ ആ കൂട്ടത്തിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു. അതിനുശേഷം മരുഭൂമിയിൽ അവർ ജീവിക്കുകയാണ്. മൂസാ നബിയും ഹാറൂൻ നബിയും കൂടെയുണ്ട്. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങള് അള്ളാഹു നേരിട്ട് അവർക്ക്, മരുഭൂമിയിലാണെങ്കിൽ അവിടെ കൃഷിയില്ല, വിഭവങ്ങളൊന്നുമില്ല, പക്ഷെ അള്ളാഹു അവർക്ക് നേരിട്ട് മഞ്ഞും സെൽവയും ഇറക്കി കൊടുക്കുകയാണ്. സ്വർഗീയ വിഭവങ്ങൾ, അള്ളാഹുവിന്റെ പ്രത്യേകമായ ഭക്ഷണ വസ്തുക്കൾ, രുചി ആസ്വദിച്ചാൽ കൊതി തീരാത്ത അത്രയും സമൃദ്ധമായ വിഭവങ്ങൾ, മഞ്ഞും സെൽവയും അവർക്ക് നേരിട്ട് തളികയിൽ കണ്ട് അവർ മുമ്പിലേക്ക് ഇറക്കി കൊടുക്കുകയാണ്. ഫുഡ് തേടി പോവണ്ട, അത് പാകം ചെയ്യണ്ട, അതിന് പേയ്മെന്റ് നടത്തണ്ട, ഒന്നും ചെയ്യണ്ട, അവന്റെ മുമ്പിലേക്ക് ഭക്ഷണം ഇറക്കി. അങ്ങനെ ഒരു അനുഗ്രഹം അനുഭവിച്ച ഏതൊരു ജനതയാണ് ലോകത്ത് വേറെ ഉള്ളത്? ഒരിക്കലും ഉണ്ടായിട്ടില്ല. അത്രയും അനുഗ്രഹങ്ങൾ അവരിങ്ങനെ അനുഭവിക്കുമ്പോ, പക്ഷെ അവർക്ക് എന്നിട്ടും പിന്നെയും അവരെ പ്രശ്നം തീരണില്ല. അവര് മൂസാ നബിയോട് പറഞ്ഞു, മൂസ, ഞങ്ങൾക്ക് എല്ലാ ദിവസവും ഈ മണ്ണും സെൽവി ഇങ്ങനെ തിന്നിട്ട് മടുപ്പ് വരിക, ഇത് പറ്റൂല. ഇനി ഞങ്ങൾക്ക് എന്താണ്? ഭൂമിയിൽ നിന്നുണ്ടാണ് വേറെ കുറെ ഐറ്റംസ് ഞങ്ങൾക്ക് വേണം. ഞങ്ങൾക്ക് ചീര വേണം, വെള്ളരി വേണം, ഗോതമ്പ് വേണം, അതേപോലെ തന്നെ പയറ് വേണം, ഉള്ളി വേണം. ഇതൊക്കെ ചേർത്ത വിഭവങ്ങൾ ഞങ്ങൾക്ക് വേണം, ഞങ്ങൾക്ക് എന്നും ഈ മഞ്ഞും സെൽവിയും പോരാ എന്ന് പറഞ്ഞ് അവർക്ക് കിട്ടുന്ന അനുഗ്രഹത്തെ, ഏറ്റവും മഹത്വമേറിയ ഈ സ്വർഗീയ വിഭവത്തെ നിന്ദ്യമായി കാണുക, അതിനെ മോശമായി കാണുകയും ഏറ്റവും മോശമായ സാധാരണ ഭൂമിയിൽ ഉണ്ടാകുന്ന വിഭവങ്ങൾ മതി. ഏറ്റവും ഉത്തമമായിട്ടുള്ളതിനെ വിട്ട് ഈ താണതിനെയാണോ നിങ്ങൾക്ക് വേണ്ടത്, അതാണോ നിങ്ങൾ ചോദിക്കുന്നത് എന്ന് മൂസാ നബി അവരോട് ചോദിക്കുകയാണ്. നോക്കൂ, നിങ്ങൾ അള്ളാന്റെ അനുഗ്രഹം അങ്ങനെ ഒരു പാത്രത്തിൽ ഒരു തട്ടില് മഞ്ഞും സെൽവിയും വെച്ചിട്ട് അവരുടെ മുമ്പിലേക്ക് ഇങ്ങനെ ഇറങ്ങുക, അത് ആവശ്യത്തിനെടുത്ത് കഴിക്കുക, അതൊന്നും ചെയ്യേണ്ട. അങ്ങനെ കിട്ടുമ്പോ ഇവർക്ക് അതൊന്നും പോരാ. ഞങ്ങൾക്ക് സാധാരണ നാട്ടിലുണ്ടാണ് ഉള്ളി, മുളകും, തക്കാളി, അങ്ങനെ നമ്മുടെ നാട്ടിൽ പറഞ്ഞ രീതിയിൽ ആ ഐറ്റംസ് വിഭവങ്ങളൊക്കെ വേണം എന്ന് പറഞ്ഞ് മൂസാ നബിയോട് ഇവര് പിന്നെയും പരാതി പറയുന്നു. അങ്ങനെ അവിടെ പിന്നീട് ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഒരു കൊലപാതകം ഉണ്ടാകുന്നു. ആ കൊലപാതകത്തിന്റെ
ഘാതകനെ കണ്ടെത്തുന്നതിന് വേണ്ടി, ആരാണ് കൊലയാളി എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടി മൂസാ നബി സ്വല്ലല്ലാഹു അവരോട് ഒരു പശുക്കുട്ടിനെ ഇറക്കാൻ പറഞ്ഞു. ഒരു പശുക്കുട്ടിനെ ഇറക്കാൻ പറഞ്ഞു. അതിന്റെ വാല് കൊണ്ടടിച്ചത് അന്ന രീതിയിൽ നാട്ടിൽ നിലവിലുണ്ടായിരുന്ന രീതിയാണ്. അങ്ങനെ അത് അറുക്കാൻ, ഒരു പശുക്കുട്ടിനെ അറുക്കണം എന്ന് അവരോട് മുന്നിലേക്ക് ആ രണ്ടാൾ ഒരാൾ മുന്നിലേക്ക് അടുത്ത മുന്നിക്ക് മറ്റൊന്ന്. അപ്പോ ഒരു കുറച്ചും കഴിഞ്ഞ് ഇങ്ങോട്ട് അടുത്തേക്ക് ഇരിക്കുക. കൊലപാതകം നടന്നപ്പോ ഘാതകരെ ആരാണ് കൊലയാളി എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് അവർക്കിടയിൽ കൺഫ്യൂഷൻ ഉണ്ടായപ്പോ മൂസാ നബി അവർക്ക് പറഞ്ഞ പരിഹാരമാണ് ഒരു പശുക്കുട്ടിനെ അറുക്കുക. പിന്നെ ഒരു പശുക്കുട്ടിനെ അറുക്കുക. അങ്ങനെ പശുക്കുട്ടിനെ അറുക്കാൻ വേണ്ടി അവരോട് പറഞ്ഞപ്പോ അവർക്ക് അള്ളാഹു അവരോട് ഒരു പശുവിനെ അറുക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ ഒരു പശുവിനെ അറുത്താൽ മതി, അതിന് പരിഹാരമാവും. പക്ഷെ പശുവിനെ അറുക്കാൻ പറഞ്ഞപ്പോ ഒരുപാട് ചോദ്യങ്ങൾ. പശുവിന്റെ പ്രായത്രയാ, പശുവിന്റെ നിറയേതാണ്, പശു ഏത് തരത്തിലുള്ളതാണോ, ഉഴുതാൻ ഉപയോഗിക്കുന്നതാണോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രജനനത്തിന് ഉപയോഗിക്കുന്നതോ പാല് ഇറക്കാൻ ഉപയോഗിക്കുന്നത് ഏത് ടൈപ്പ് പശുവാണ്, അനാവശ്യമായ ഒരുപാട് ചോദ്യങ്ങൾ ഇവർ മൂസാ നബിയോട് ഇങ്ങനെ ചോദിച്ചു. അപ്പൊ ചോദിച്ച സ്ഥിതിക്ക് മൂസാ നബി സ്വാഭാവികമായിട്ട് മറുപടി അങ്ങനെയുള്ള അനാവശ്യ ചോദ്യങ്ങൾ വന്നാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട്. ആവശ്യത്തിലുള്ള ചോദ്യങ്ങളെ ചോദിക്കാവോ? ഇപ്പൊ കുട്ടികളോട് ഇന്ന ആക്ടിവിറ്റി ചെയ്യണം എന്ന് പറഞ്ഞാൽ ചില കുട്ടികൾ ചോദിക്കും 2, 3, 4 ഒക്കെ ചെയ്യണം, ഒന്ന് ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ചില കുട്ടികളെ ചോദ്യം എല്ലാം ചെയ്യണം. അപ്പൊ സാറ് ചിലപ്പോ പറയും എല്ലാം ചെയ്താളാന്ന് പറയും. ആവശ്യമില്ലാത്ത വെറുതെ ചോദിക്കേണ്ടിയിരുന്നില്ല, ഒന്ന് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളായിരുന്നു. ഇവിടെ അറുക്കാൻ പറഞ്ഞപ്പോ അറുത്താൽ മതിയായിരുന്നു. പക്ഷെ അനാവശ്യമായി അതിനെ കുറിച്ച് ചോദിച്ച് അവസാനം എല്ലാത്തിനും ഉത്തരം കിട്ടി. ഉത്തരം കിട്ടിയപ്പോ പിന്നെ അങ്ങനത്തെ പശുവിനെ കിട്ടാത്ത രീതിയിൽ അവർ പ്രയാസപ്പെട്ടു. ശ്രദ്ധിക്കേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തെറ്റായ ചോദ്യങ്ങൾ നിരുത്സാഹപ്പെട്ടു. ചോദ്യം ചോദിക്കുന്നതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. മദീനയിലെ സ്ത്രീകൾ നല്ലവരാണ്, അവര് ആവശ്യമുള്ള കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കും, അത് നല്ലതല്ല. പക്ഷെ അനാവശ്യമായി ചില ആളുകൾക്ക് സംശയം തീരാത്ത ചില വിഷയങ്ങളുണ്ടാവും. സക്കാത്ത് അതെന്തിനാ ഈ സംശയം പിന്നെയും ചോദിക്കുന്നത്? കൊടുക്കാതിരിക്കാനൊക്കെയാണ് ചിലര്. എല്ലാവരും അങ്ങനെയാണല്ല, ആത്മാർത്ഥമായിട്ട് അറിയാൻ ചോദിക്കുന്നവരുണ്ടായിരിക്കാം. ഏതായാലും അനാവശ്യമായ ചോദ്യങ്ങളെ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല. അങ്ങനെ അവസാനം ചോദിച്ച് ഇവർക്ക് അതിന് സാധിക്കാത്ത രീതിയിൽ ഒരു അവസ്ഥയിലേക്ക് അവരെത്തി. പക്ഷേ ഈ ഓരോ പ്രശ്നങ്ങളെയും മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ടൊരു രീതിയുണ്ട്. വളരെ ക്ഷമയോടുകൂടി, വളരെ സെബ്രോട് കൂടി എല്ലാറ്റും സാധിക്കുന്നത്ര മറുപടി നൽകി അങ്ങനെ ഈ ആ ഭൂമി ആ നാട്ടിലവരങ്ങനെ ജീവിച്ചു പോകും. അതിനുശേഷമാണ് അള്ളാഹു അവരോട് കൽപ്പിക്കുന്നത്, യാ ഖൗമി ഉദ്ഖുലുൽ അർളൽ മുഖദ്ദസ, നിങ്ങൾ ആ പരിശുദ്ധമായ ഭൂമിയിലേക്ക് പ്രവേശിക്കുക. അല്ലത്തി കതബല്ലാഹു ലക്കും വലാ തർതദു അലാ അദ്ബാരിക്കും, അള്ളാഹു നിങ്ങൾക്ക് നിശ്ചയിച്ചിരിക്കുന്ന ആ ഭൂമിയിലേക്ക്, പരിശുദ്ധ ഭൂമിയിലേക്ക് നിങ്ങൾ പ്രവേശിക്കുക എന്ന് മൂസാ നബി അള്ളാഹുവിന്റെ കൽപ്പനപ്രകാരം അവരോട് പറഞ്ഞു. ഇതൊക്കെ ഈ രക്ഷപ്പെടലിന് ശേഷം, ചെങ്കടലിൽ നിന്ന് രക്ഷപ്പെട്ട ശേഷം മൂസാ നബി അനുയായികൾക്ക് സംഭവിക്കുന്ന ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അങ്ങനെ ആ നാട്ടിലേക്ക് പോകാൻ വേണ്ടി പറഞ്ഞപ്പോ അവിടെ ചില പ്രശ്നങ്ങളുണ്ട്, അവിടെ ചില ആളുകളുണ്ട്. ഞങ്ങൾ അങ്ങോട്ട് ചെന്നാൽ അവർ ഞങ്ങൾ എന്തെങ്കിലും ചെയ്യും, ഉപദ്രവിക്കും. അള്ളാഹ് പറഞ്ഞതാണ്, ഇതിലും വലിയ വിപത്തിൽ അള്ളാഹു അവരെ സഹായിച്ചിട്ടുണ്ട്, അങ്ങനെ അവർക്ക് പോകാം, പേടിക്കേണ്ടതില്ല. തവക്കൽതു അലല്ലാഹ് ഹസ്ബി അല്ലാഹ്, അത് മതി. പക്ഷെ അവർക്ക് ഭയങ്കര കൺഫ്യൂഷൻ, പോയാൽ എന്താകും എന്ന് മാത്രമല്ല, അവര് മറുപടിയായിട്ട് മൂസാ നബിയോട് പറഞ്ഞ വാക്യം ഒരു പ്രവാചകനും പൊറുക്കാൻ പറ്റാത്ത വാക്കായിരുന്നു. ഖാലു യാ മൂസ ഇന്നാ ലൻ നദ്ഖുലഹ, ഞങ്ങൾ അങ്ങോട്ട് പോവില്ല മൂസ, ഞങ്ങൾ അങ്ങോട്ട് അബദ്ധം, ഒരിക്കലും ഞങ്ങൾ അങ്ങോട്ട് പോവില്ല. മാ ദാമു ഫീഹ, അവരവിടെ ആ മനുഷ്യന്മാർ അവിടെ ഉള്ളിടത്തോളം കാലം, ഫദ്ഹബ് അൻത വ റബ്ബുക, അതുകൊണ്ട് ഇയ്യും എന്റെ പടച്ചോനും പോയിക്കോ. ഈ അനുഗ്രഹങ്ങളൊക്കെ അനുഭവിച്ച മനുഷ്യന്മാര് മൂസാ നബിന്റെ മുഖത്തോക്കി പറയാണ്, ഇയ്യു നിന്റെ റബ്ബും പോയിക്കോ, ഫഖാതില, എന്നിട്ട് നിങ്ങൾ പോയിട്ട് യുദ്ധം ചെയ്യും. ആര്? മൂസാ നബിക്കും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരാളുടെയും സഹായം വേണ്ടതില്ല. അള്ളാഹ് തീരുമാനിച്ചാൽ ആരെ നശിപ്പിക്കാൻ സാധിക്കും. പക്ഷെ ഇവര് പറയാൻ, ഇയ്യു എന്റെ റബ്ബും പോയി യുദ്ധം ചെയ്തിട്ട് അവരോട് യുദ്ധം ചെയ്തു വാ, ഇന്ന ഹാഉന ഖായിദുൻ, ഞങ്ങൾ ഇവിടെ കുത്തിരുന്നോളാം. ഇതാണ് ബനൂ ഇസ്രായേലിയർ മൂസാ നബിയോട് പറഞ്ഞ മറുപടി. ഇവിടം വരെ എത്തിയപ്പം മൂസാ നബിക്ക് അവരിലുള്ള പ്രതീക്ഷ നഷ്ടപ്പെടുന്ന രംഗമായിരുന്നു. ക്ഷമയുടെ പര്യായമാണ് മൂസാ നബി. നമുക്കറിയാലോ, വിശുദ്ധ ഖുർആൻ പറയുന്നത് വൈമിൻ ഉമ്മത്തിൻ ഇല്ലാ ഖലാഫിഹാ നദീർ, ഭൂമിയിലേക്ക് ഏത് ഉമ്മത്തിന്റെ അവർക്കൊക്കെ നബിമാര് വന്നിട്ടുണ്ട്. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ നബിയ്യ, എല്ലാ ഉമ്മത്തിലേക്കും പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. എത്ര പ്രവാചകന്മാരാണ് വന്നത്? 1,00,000 ചില്ലാനം പ്രവാചകന്മാരെ കുറിച്ചുള്ള ചില റിപ്പോർട്ടുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ അത് അത്ര സ്വീകാര്യമൊന്നുമല്ല. എന്തായാലും എത്രയാണ് വന്നത്? എല്ലാ ഉമ്മത്തിലേക്കും പ്രവാചകന്മാർ വന്നിട്ടുണ്ട്.
അത് ഏതൊക്കെ ഉമ്മത്ത് ലോകത്ത് കഴിഞ്ഞു പോയിട്ട് അവർക്കൊക്കെ നബിമാർ വന്നിട്ടുണ്ട്. അപ്പൊ എത്രയാവാം? 1,00,000 എത്ര എണ്ണത്തിൽ നമുക്ക് പറയാൻ പറ്റില്ല. അത്രയും പ്രവാചിമാര് വന്നതിൽ ഖുർആൻ എടുത്തു പറഞ്ഞ 25 നബിമാരുണ്ട്. അതിൽ മൂസാ നബി ഉണ്ട്. ഖുർആൻ എടുത്തു പറഞ്ഞ 25 പ്രവാചിമാരുടെ കൂട്ടത്തിൽ മൂസാ നബി ഉണ്ട്. കഴിഞ്ഞില്ല. ആ 25 പ്രവാചകന്മാരിൽ ഉലുൽ അസ്ം, എന്താ, വിൽ പവർ ഉള്ളവർ, മനക്കരുത്തുള്ളവർ എന്ന് പറഞ്ഞ് ഖുർആൻ പ്രത്യേകം എടുത്തു പറഞ്ഞ 5 ആളുണ്ട്. അതിലൊന്ന് മൂസാ നബിയാണ്. പരീക്ഷണങ്ങളെ ക്ഷമയോടെ നേരിട്ട് സബർ ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിൽ വിജയിക്കുവാൻ ആകത്തുക ഉണ്ടാക്കിയെടുക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റി ഏതാണ് എന്ന ചോദ്യത്തിന്റെ ഉത്തരം സബർ എന്നാണ്. എന്താ സബർ? ക്ഷമ. പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനുള്ള, പരീക്ഷണങ്ങളെ നേരിടുവാനുള്ള, വിപത്തുക്കളെ അതിജയിക്കുവാനുള്ള മനസ്സിന്റെ ഒരു ബോധമാണ്, മനസ്സിന്റെ ഒരു അവസ്ഥയാണ് സബർ, ക്ഷമ എന്ന് പറയുന്നത്. അതൊരു വല്ലാത്തൊരു ക്വാളിറ്റിയാണ്. അതിന്റെ പൂർണ്ണതയാണ് മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മൂസാ നബിക്ക് പോലും ക്ഷമ നഷ്ടപ്പെട്ട് അവസാനം മൂസാ നബി പറഞ്ഞ വാചകം ഖാല റബ്ബി ഇന്നി ലാ അംലികു ഇല്ലാ നഫ്സി വഅഖി. പടച്ചോനെ, എനിക്ക് ഇവരെ കാര്യത്തിൽ ഇനി പ്രതീക്ഷയില്ല റബ്ബേ. എന്റെ സഹോദരൻ ഹാറൂന്റെ കാര്യം ഞാൻ എനിക്ക് അത്ര എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇവരെ കുറിച്ചുള്ള എന്റെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഫഫ്റുഖ് ബൈനനാ വബൈനൽ ഖൗമിൽ ഫാസിഖീൻ, എന്റെയും ഈ ആളുകളുടെയും വിഷയത്തിൽ പടച്ചോനെ ഇനി ഈ എന്നെ ഒരു തീരുമാനം എടുക്ക്. വല്ലാത്തൊരവസ്ഥയാണ്. അങ്ങനെ മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവോട് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം, മൂസാ നബിയെ പോലെ ഒരു പ്രവാചകൻ ഉണ്ടായി എന്ന് പറയുമ്പോൾ അതിനുശേഷം ഈ ബനൂ ഇസ്രായേലിന്റെ കഥ പിന്നെ പറയുന്നത് അവര് മരുഭൂമിയിൽ അങ്ങനെ വഴന്ന് നടന്നു, ചിതറി ഛിന്ന ഭിന്നമായി. അവരിൽ നിന്നൊരു പുതിയ തലമുറ ജനിക്കാൻ സാധിക്കാത്ത രീതിയിൽ, അവരവിടെ വാനറ്റ് പോകുന്ന രീതിയിൽ ആ സമൂഹം മരുഭൂമിയിൽ അങ്ങനെ ഇല്ലാതായി. അള്ളാഹു പിന്നീട് ഭൂമിയെ വിശുദ്ധമാക്കി ഒരു പുതിയ ജനതയെ കൊണ്ടുവന്നിട്ടാണ് ഭൂമിയിൽ തൗഹീദ് നിലനിർത്തുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കഥ അയവറക്കിക്കൊണ്ട് ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു വാചകമുണ്ട്, യർഹമുല്ലാഹു മൂസ. മൂസാ നബിക്ക് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. ഖദ് ഊദിയ അക്സറ മിൻ ഹാദാ ഫസബർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാത്ത പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്ന, ശത്രുക്കളിൽ നിന്ന് കല്ലേറ് കൊണ്ട് ശരീരത്തിൽ നിന്ന് രക്തം പുറത്തേക്ക് ഒഴുകി അത് തുടച്ചു നീക്കിക്കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഇതിനേക്കാൾ പരീക്ഷണം മൂസാ നബി അനുഭവിച്ചിട്ടുണ്ട്. ഫസബർ, അപ്പോഴെല്ലാം മൂസാ നബി ക്ഷമിക്കുക തന്നെ ചെയ്തു. അതുകൊണ്ട് ക്ഷമയാണ് ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ആയുധം. മലയാളക്കരയിൽ, ഒരു പക്ഷേ ലോകത്ത് മലയാളക്കരയിൽ മുസ്ലിങ്ങൾ ജീവിക്കുന്നത് ഒരു കാര്യം ഉറപ്പാണ്, ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റിലും ഇത്ര ആശ്വാസത്തോടെയും സമാധാനത്തോടെയും സംതൃപ്തിയോടെയും ജീവിക്കുന്ന ഒരു ജനത ഇന്ത്യയിൽ, കേരളത്തിലല്ലാതെ മറ്റൊരു സ്റ്റേറ്റിലുമില്ല. ഇന്ത്യയിൽ എവിടെയെങ്കിലുമൊക്കെ യാത്ര ചെയ്ത ആളുകൾക്കറിയാം. ഇന്ത്യയുടെ ക്യാപിറ്റൽ സിറ്റി ഡൽഹിയാണ്. അവിടുത്തെ മുസ്ലിങ്ങളുടെ അവസ്ഥ ഒരിക്കലെങ്കിലും ഡൽഹി പോയ ആളുകൾക്കറിയാം. ഇനി അവിടുന്ന് അങ്ങോട്ട് ബീഹാറിലും ബംഗാളിലും ഒറീസയിലും ഒക്കെ ഇന്ത്യയുടെ വ്യത്യസ്തമായ ദിക്കിൽ സന്ദർശിച്ച ആളുകൾക്കറിയാം, കേരളത്തിലെ മുസ്ലിങ്ങൾ ജീവിക്കുന്ന ഒരു നിയമത്തുണ്ടല്ലോ, ഒരു സൗകര്യം ഉണ്ടല്ലോ, ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റിലുമില്ല. ലോകത്ത് തന്നെ അറബ് രാജ്യങ്ങൾ, ഇസ്ലാമിക രാജ്യങ്ങൾ എടുത്താൽ പോലും ഒരു പക്ഷെ അവിടെ പോലും ഇത്രയും ആശ്വാസത്തോടെ, സമാധാനത്തോടെ, ആർജവത്തോടെ നമ്മുടെ ആദർശം പറഞ്ഞ് ജീവിക്കാൻ സാധിക്കുന്ന ഒരു അവസ്ഥ പല സ്ഥലത്തുമില്ല. അത്രയും നിഅമത്ത്. ഇനി ഭൗതികമായിട്ട് എടുത്തു നോക്കൂ നിങ്ങൾ. നമ്മുടെയൊക്കെ പൂർവികര് ഇപ്പോ 21-ലെയും അതേപോലെ അതിന്റെ മുമ്പൊക്കെ ഉള്ള ചരിത്രം നമ്മൾ പറയാറുണ്ടല്ലോ. ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ ആരംഭത്തിലുള്ള ചരിത്രം നമ്മൾ പറയാറുണ്ടല്ലോ. നമ്മുടെ പൂർവികരൊക്കെ എത്ര ത്യാഗം സഹിച്ചാണ് ഈ ഒരു അവസ്ഥ. നാം ഇന്ന് അനുഭവിക്കുന്ന തണൽ നമ്മുടെ പൂർവികർ കൊണ്ട വെയിലിന്റെ റിസൾട്ടാണ്. പക്ഷേ എത്ര ചരിത്രം പഠിച്ചാലും ചരിത്രത്തിൽ നിന്ന് ആളുകൾ ഒരു പാഠവും പഠിക്കുന്നില്ല എന്നുള്ളതാണ് ബനൂ ഇസ്രായേലിന്റെ ചരിത്രം നമുക്ക് നൽകുന്ന പാഠം, അല്ലെ? അവരത്രയൊക്കെ അനുഭവിച്ചിട്ട് ഫറോവയെ കൊല്ലുന്നത് നേരിട്ട് കണ്ടിട്ടും നന്നാവാൻ അവർക്ക് പറ്റിയില്ലല്ലോ.
നമ്മുടെ പൂർവികർ ഇത്രയൊക്കെ ത്യാഗം സഹിച്ചിട്ടാണ് ഈ വെളിച്ചം ഈ നാട്ടിൽ ഉണ്ടാക്കിയത് എന്നറിഞ്ഞിട്ടും ഉള്ള നിയമത്തിന് നന്ദി കാണിക്കാൻ, അനുഭവിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് ശുക്ർ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നാലോചിക്കേണ്ടത് പ്രിയപ്പെട്ട വിശ്വാസികൾ നമ്മുടെ ബാധ്യതയാണ്. ചരിത്രം പഠിക്കുന്നത് ബനൂ ഇസ്രായേലിനെ കുറിച്ചും മൂസാ നബിയെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത് മൂസാ നബിക്ക് ഖുർആൻ എത്ര തവണ പേര് പറഞ്ഞിട്ടുണ്ട് എന്നറിയാൻ വേണ്ടി മാത്രമല്ല, അതിനപ്പുറത്തേക്ക് എന്റെ ജീവിതവുമായി അതിനെന്ത് ബന്ധമുണ്ട്, എന്റെ ജീവിതവുമായി അതിനെന്ത് ബന്ധമുണ്ട് എന്ന് അന്വേഷിക്കാനും, ഇല്ലെങ്കിൽ ആ ബന്ധം സ്ഥാപിച്ചെടുക്കാനും കൂടിയാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ചരിത്രം പഠിക്കുമ്പോൾ ചരിത്രത്തിൽ നിന്ന് പാഠം പഠിക്കണം, നമ്മൾ മാറാൻ തയ്യാറാകണം. എങ്കിൽ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ വീണ്ടും നമുക്ക് ലഭിക്കും. ലൈൻ ശകർത്തും ലഅസീദന്നക്കും. അള്ളാഹുവിനെ നിങ്ങൾ നന്ദി കാണിച്ചാൽ അള്ളാഹു വീണ്ടും വീണ്ടും നിങ്ങൾക്ക് അള്ളാഹുവിന്റെ അനുഭവിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്ന നല്ലവരായി മാറുവാൻ വേണ്ടി പരിശ്രമിക്കുക. അള്ളാഹു നമ്മെ സഹായിക്കുമാണ്. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. വിശ്വാസികളെ, വിശ്വസിക്കുക അല്ലാഹുവിന്റെ നിയമനിർദ്ദേശം ജീവിതത്തിൽ പ്രവേശിക്കാം. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ധൂർത്തും ആഭാസവും അഹങ്കാരവും മലയാളികൾ തന്നെ കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്ന, മലയാളക്കരയിൽ തന്നെ മുളച്ചു പൊന്തിയിരിക്കുന്ന ഒരുപാട് ശിർക്കിന്റെ കേന്ദ്രങ്ങൾ. ഖുർആനില് 6000 ചില്ലാനം ആയത്തുകൾ ഉള്ളതില് തൗഹീദാണ് പറയുന്നത് എന്ന് അറിയുന്ന പണ്ഡിതന്മാർ തന്നെ ഇത്തരം ശിർക്കുകൾക്ക് കൂട്ടുനിൽക്കുന്ന കാഴ്ച, അതിന്റെ പേരിൽ മുളച്ചു പൊന്തുന്ന ഒരുപാട് കേന്ദ്രങ്ങൾ, ആ കേന്ദ്രങ്ങളിലേക്ക് തീർത്ഥയാത്ര നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ജനതയായി നമ്മൾ മാറുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം മൂസാ നബിയുടെ ജനതയ്ക്ക് സംഭവിച്ച അതേ ദുരന്തം നമ്മൾക്കും സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ്. അതുകൊണ്ട് ആദർശം ഉൾക്കൊള്ളുക, ആദർശത്തെ മുറുകെ പിടിക്കുക, ആദർശത്തിന്റെ വക്താക്കളായി മാറുക, അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുക. അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. കഴിഞ്ഞ ആഴ്ച നമ്മൾ സൂചിപ്പിച്ച ആ ഒരു സഹോദരിയുടെ, ആ കൊപ്പത്തുള്ള സഹോദരിയുടെ വീടിന്റെ കളക്ഷൻ, സഹോദരിയും 2 മക്കളും ആണുള്ളത്. അവരൊരു വീട് പണി തുടങ്ങിയിട്ടുണ്ട്, പൂർത്തിയാക്കാൻ പറ്റാതെ പ്രയാസപ്പെട്ട് നിൽക്കുകയാണ്. അതിനുവേണ്ടിയുള്ള ഒരു കളക്ഷൻ ഇൻഷാ അല്ലാഹ് ഇത് നടത്തി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പരമാവധി അതുമായി സഹകരിക്കുക. അള്ളാഹു നമ്മുടെ സൽക്കർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ.